ശ്രീഹരി സർ 7 വർഷത്തോളമായി അങ്ങ് ഭഗവത്ഗീത ക്ലാസ്സുകളും കൗൺസിലിങ്ങും ഒക്കെ ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് ആളുകൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുമുണ്ടാണ്. അപ്പോൾ ഇവരെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ടൊരു വലിയ വിപുലമായൊരു പ്രോഗ്രാം ഇനി വരുന്ന മാസങ്ങളിൽ എപ്പോഴൊക്കെയോ അങ്ങ് നടത്തുന്നു എന്ന് ഞാൻ അറിഞ്ഞു. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും, ഒരുപാട് സന്തോഷം. ഭഗവാൻ തൻ്റെ ഭഗവത്ഗീതയിൽ പറയുന്ന ഒരു ശ്ലോകം അതിങ്ങനെയായിരുന്നു: നിമിത്തമാത്രം ഭവ സൗവ്യസാചിൻ. ഒരുപക്ഷേ ചിന്മയ മിഷനിലെ ഭഗവത്ഗീത പഠനത്തിൽ സാധാരണക്കാരനായ ഈ ശ്രീഹരി വാസുദേവനെ ഒരുപക്ഷെ ഒരു 360 ഡിഗ്രി വിപ്ലവകരമായിട്ട് മാറ്റിമറിച്ച ഒരു ശ്ലോകമായിരുന്നു നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. അതിൻ്റെ ലളിതമായ അർത്ഥം ഇങ്ങനെയാണ്. ഭഗവാൻ അർജുനനോട് പറയുന്ന ഒരു വേളയിൽ അർജുനോട് പറയുകയാണ്, എടാ അർജുന, യു ആർ ജസ്റ്റ് ആൻ ഇൻസ്ട്രുമെൻ്റ് ഇൻ മൈ ഹാൻഡ്. അവിടെയായിരുന്നു ശ്രീഹരി വാസുദേവൻ എന്ന് പറയുന്ന ഒരുപാട് കാലം സിന്ദാബാദൊക്കെ വിളിച്ച് നടന്ന ആ മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഭഗവാൻ എപ്പോഴോ ഓടിക്കയറിയത്. അതിനുശേഷമാണ് ഭഗവത്ഗീത ക്ലാസ്സൊക്കെ വിപുലമായിട്ട് തുടങ്ങിയത്. അത് ആദ്യമായിട്ട് വളരെ വിപുലമായിട്ട് ക്ലാസ് നടന്നത് 2/2/2020, അതായത് 2020 ഫെബ്രുവരി 2-ാം തീയതി നമ്മുടെ ആലുവ കടുങ്ങല്ലൂരെ നരസിംഹസ്വാമി ക്ഷേത്ര സന്നിധിയിൽ വെച്ചിട്ടായിരുന്നു ഒരു ദിവസം നീണ്ടുനിന്ന ഭഗവത്ഗീത ജ്ഞാനയജ്ഞം കർമ്മയോഗം നടന്നത്. അപ്പോൾ അതിനുശേഷം ധാരാളം പേര് കൗൺസിലിങ്ങിലൂടെ ഭഗവത്ഗീത ക്ലാസ്സിലൂടെയൊക്കെ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന ഒരുപാട് പേരെ നേരിട്ടറിയാം, ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ. അപ്പോൾ അവരെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് അവരെല്ലാം ഒരുമിപ്പിച്ചുകൊണ്ട് ഈ വരുന്ന മെയ് മാസം 10-ാം തീയതി ആലുവ കടുങ്ങല്ലൂർ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഭഗവത്ഗീത പഠന ക്ലാസ് അഥവാ ഭഗവത്ഗീത ജ്ഞാനയജ്ഞം. അതിന് പേരിട്ടിരിക്കുന്നത് തസ്മാത് യോഗീ ഭവ. അർജുനനോട് ഭഗവാൻ ഒരിടത്ത് പറയും 6-ാം അധ്യായ ധ്യാനയോഗത്തിൽ, തസ്മാത് യോഗീ ഭവ, അല്ലയോ അർജുന, അതുകൊണ്ട് നീ യോഗിയായി തീരുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സംശയമുണ്ടാകും, ഒരു ചോദ്യമുണ്ടാകും, എന്തുകൊണ്ട് ഞാനൊരു യോഗിയായി തീരണം, എന്തുകൊണ്ട് ഞാനൊരു യോഗിയായി തീരണം എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു ഭഗവത്ഗീത ക്ലാസ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന എൻ്റെ നിരവധിയായ ഭഗവത്ഗീത ക്ലാസ്സിലും കൗൺസിലിംഗ് സെഷനിലും ഒക്കെ പങ്കെടുത്തിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട നിങ്ങളേവരോടുമുള്ള എൻ്റെ വിനീതമായ ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത്, മെയ് മാസം 10-ാം തീയതി ആലുവ കടുങ്ങല്ലൂരിലെ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന ഈ ഒരു പരിപാടിയെ നിങ്ങളുടെ സജീവ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കണം. അതോടൊപ്പം തന്നെ മെയ് 12 മുതൽ നമ്മൾ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു ഓൺലൈനായിട്ടുള്ള ഭഗവത്ഗീത ക്ലാസ്സും ഇതിനോട് ചേർന്ന് നടത്തുന്നുണ്ട്. ഒരുപാട് കാലം നമ്മൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഞാൻ ഭഗവത്ഗീത ക്ലാസ് എടുത്തിട്ടുള്ളത് കർമ്മയോഗമാണ്, 3-ാം അധ്യായം. ഈ ഒരു മാസം നീണ്ടു നിൽക്കുന്ന മെയ് 12 മുതൽ തുടങ്ങുന്ന ക്ലാസ്സിൽ ഭഗവത്ഗീതയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്ന, ഭഗവത്ഗീതയിലെ എല്ലാ അധ്യായവും പ്രധാനപ്പെട്ടതാണ്, എങ്കിലും ഒരു പ്രാധാന്യം അല്പം കൂടുതലുള്ള 2-ാം അധ്യായം സാഖ്യയോഗമായിരിക്കും നമ്മളൊക്കെ എടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ പങ്കാളിത്തം കൊണ്ട്, നിങ്ങളുടെയൊക്കെ സാന്നിധ്യം കൊണ്ട് ഈ ഒരു പ്രോഗ്രാമിനെ അനുഗ്രഹിച്ചാലും. താങ്ക് യു സോ മച്ച്. മോക്ഷ ലൈഫ് ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ മെയ് 10-ാം തീയതി ആലുവ കടുങ്ങല്ലൂർ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് നടത്തപ്പെടുന്ന ഭഗവത്ഗീത ജ്ഞാനയജ്ഞ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം.